ദുർമരണം, അതും ഒരു പെണ്ണ്. കൊന്നതാ. ആ ആത്മാവ് ഭൂമി വിട്ടു പോയിട്ടില്ല. ഭൂമി വിട്ടെന്നല്ല, ആ വീട് വിട്ടുപോലും പോയിട്ടില്ല. പിന്നെ പെണ്ണ് മാത്രമല്ലല്ലോ, ഒരു ആണും കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്നല്ല, രണ്ട് ആത്മാക്കൾ. പെണ്ണിന് കൂട്ട് ആണ്. ശരിയാ. കുറച്ചുനാൾ മുമ്പ് ഇപ്പൊ മരിച്ച കുട്ടിയുടെ ഏട്ടനും മരിച്ചിരുന്നു, ഒരു വാഹന അപകടത്തിൽ. എന്ന് വെച്ചാ അതും ദുർമരണം തന്നെ. ശ്രദ്ധിക്കണം, പക വീട്ടാനാ ആത്മാക്കൾ കറങ്ങി നടക്കുന്നത്. വാശി ആ പെണ്ണിന്റെ ആത്മാവിനാ. തനിക്ക് ഈ ഗതി വരുത്തിയവനോട് പ്രതികാരം ചെയ്യാതെ ആ ആത്മാവ് ഇവിടം വിട്ടു പോവില്ല. പ്രതികാരം എന്ന് പറയുമ്പോ അത് എന്തു ആവാം, മരണം വരെ ആകാം. പിന്നെ ഒരു ഗുണമുണ്ട്, തന്നെ ദ്രോഹിച്ചവരെ മാത്രമേ ഈ ആത്മാക്കൾ ഉപദ്രവിക്കൂ. അല്ലാത്തവരെ ഒന്നും ചെയ്യില്ല. കൊന്നതാരാന്ന് അത് കണ്ടുപിടിക്കലല്ല എന്റെ ജോലി. എങ്കിൽ പിന്നെ പോലീസ് വേണ്ടല്ലോ, ഈ നാട്ടിലെ ജ്യോത്സ്യന്മാര് പോരെ. ഇടയ്ക്കിടയ്ക്ക് ഇവ ഇങ്ങനെ പണിക്കരെ മണ്ടത്തരമേ പറയൂ. പരിഹാരം വല്ലതും? താനാണോ ആ കൊലപാതകത്തിന് ഉത്തരവാദി? അല്ല. പിന്നെന്തിനാ പേടിക്കുന്നത്? തന്നെ ഉപദ്രവിക്കാത്തവരെ ആത്മാവ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ പ്രശ്നം? അതല്ല, പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതല്ലേ? കുല കഴിയട്ടെ, അപ്പൊ നോക്കാം. അപ്പോ പരിഹാരം ഇപ്പൊ പറയാൻ പറ്റില്ല. ആത്മാവുണ്ട്, അത് ശക്തവുമാണ്. തെറ്റ് ചെയ്തവർ സൂക്ഷിക്കണം, അല്ലാത്തവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ശരി, വലിയ ഉപകാരം പണിക്കരെ. ശരി പണിക്കരെ. അമ്മ വീട്ടിൽ ചെന്ന് എന്താ പറയാൻ പോകുന്നത്? ജോൾസിൻ പറഞ്ഞത് തന്നെ പറയും, അതല്ലേ പറയേണ്ടത്. അല്ല, അതല്ല പറയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞുതരും എന്താ പറയേണ്ടതെന്ന്. അതുപോലെ അമ്മ അങ്ങ് പറഞ്ഞാൽ മതി. അത് ശരിയാണോ? ശരിയും തെറ്റുമെന്ന് അമ്മ ഇപ്പൊ ചിന്തിക്കണ്ട. ഞാൻ ഉള്ളതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് ആ വീടോട്ട് അടുപ്പമുള്ളത്. അപ്പോ ഞാൻ പറയുന്ന പോലെ അമ്മ പറഞ്ഞാൽ മതി. സത്യം പറ, നിത്യ കൊന്നത് നീയാണോ? അമ്മയ്ക്ക് എങ്ങനെ തോന്നിയോ? തോന്നി. നിത്യ കൊന്നവരെ മാത്രമേ ആത്മാവ് ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞപ്പോ നിന്റെ മോഹം ഞാൻ ശ്രദ്ധിച്ചു. ആ ഞെട്ടലും പകപ്പും. നീയാണോ അത് ചെയ്തത്? ഞാനാണെന്ന് തന്നെ വെക്ക്. ആത്മാവിനെ എന്ത് ചെയ്യുമെന്ന് അമ്മ പറയുന്നത്? നിന്നെ കൊല്ലൂന്നല്ലേ ആ പണിക്കര് പറഞ്ഞത്? എന്നാ പിന്നെ ഇത്രയും ദിവസങ്ങളിൽ കൊല്ലണമായിരുന്നില്ലേ? എന്തിനാ വൈകിക്കുന്നത്? ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനാണ് തീരുമാനമെങ്കിലോ? അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ നിത്യയെ കൊന്നിട്ടുമില്ല, നിത്യയുടെ ആത്മാവിനെ തിരിച്ച് കൊല്ലുകയില്ല. പിന്നെന്തിനാ നമ്മൾ സത്യം പറയാൻ പേടിക്കുന്നത്? പണിക്കർ എന്താണോ പറഞ്ഞത് അത് അതുപോലെ ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അങ്ങനെ ചെയ്താ എന്റെ കണക്കൂട്ടൽ മുഴുവനും തെറ്റും. അമ്മയ്ക്കറിയാലോ, നിത്യയെ കല്യാണം കഴിക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയില നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടിയത്. ഇപ്പൊ നിത്യയില്ല. എന്നിട്ട് ഞാൻ അവിടെ താമസിക്കുന്നതേ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നോണ്ടാ. നിലനിൽപ്പിന് വേണ്ടി അമ്മേ ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്.